നമസ്കാരം. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നൊരു വിഷയം PM ശ്രീ പദ്ധതിയാണ്. നമുക്ക് പലർക്കും ഇതേക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിലെ പല നേതാക്കളും ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് 2020 നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ളൊരു ചുരുക്കമാണ് PM ശ്രീ. അതല്ലാതെ നരേന്ദ്രമോദിയുടെ പേരിലൊന്നും അല്ല ഈ പദ്ധതി അറിയപ്പെടുന്നത്. പ്രധാനമന്ത്രി ആരാണോ അവരുടെ പേരിലുള്ള പ്രധാനമന്ത്രിയുടെ പ്രത്യേക താല്പര്യത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹായങ്ങളും ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് മാത്രമേ ഒരുപക്ഷെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. PM ശ്രീ പദ്ധതിയിൽ ഓരോ സംസ്ഥാനങ്ങളും ചേരുകയാണെങ്കിൽ അവർക്ക് വലിയ തോതിലുള്ള സഹായം ഇതിനായി ലഭിക്കും. കേരളത്തിന് 1466 കോടി രൂപയിലധികമാണ് ഇതിനായി കിട്ടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കേരളം ഇത് അംഗീകരിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ വരുന്നൊരു ചോദ്യം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പിലാക്കിയപ്പോൾ അതിനെ ശക്തമായി എതിർത്ത ഒരു പ്രസ്ഥാനമാണ് CPM. RSSൻ്റെ നയപരിപാടികൾ വിദ്യാർത്ഥികളിലൂടെ പകർത്താൻ ശ്രമിക്കുന്നുവെന്നും അപരിഷ്കൃതവും കാലഹരണപ്പെട്ടതുമായ ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികളെ ഇതിലൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് അന്ന് CPM ആരോപിച്ചിരുന്നത്. എന്നാൽ ഇന്നാകട്ടെ പതിവ് പോലെ CPM നിലപാട് മാറ്റിയിരിക്കുന്നു. PM ശ്രീ പദ്ധതിയിൽ ചേരാൻ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിലൊക്കെ തന്നെ ഒപ്പിട്ട് കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെ ഇതിനുള്ള നീക്കം നടത്തി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ എല്ലാവരുമായി ചർച്ചയൊക്കെ തന്നെ നടത്തിയിരുന്നു. ഏതായാലും കേരള സർക്കാർ നടപ്പിലാക്കാൻ ഉറച്ചു തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. മന്ത്രി ശിവൻകുട്ടിയും ഇക്കാര്യത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഇടതുമുന്നണിയിൽ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത് CPI മാത്രമാണ്. CPIക്ക് എതിർപ്പ് പറയാൻ മാത്രമേ കഴിയുകയുള്ളൂ. മന്ത്രിസഭാ യോഗത്തിൽ അവർ ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചതാണ് പറയപ്പെടുന്നത്. അതല്ലാതെ CPIയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരസ്യമായി ഇറങ്ങി നിന്ന് പിണറായി വിജയൻ്റെ നിലപാടിനെ എതിർക്കാനോ തള്ളിക്കളയാനോ ഒന്നുമുള്ള സ്ഥിതി ഇന്നത്തെ CPIക്കില്ല. അത് വെളിയം ഭാർഗവനെ പോലെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്ന കാലത്തായിരുന്നെങ്കിൽ മാത്രമേ പരസ്യമായി ഇതിനെതിരെ നിലപാട് സ്വീകരിക്കാതുള്ളൂ. ഏതായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യം സ്വീകരിക്കുക തന്നെയാണ് അവരുടെ മുന്നിലുള്ള ഏക പോംവഴി എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തുന്നത്. PM ശ്രീ പദ്ധതിയിൽ സ്കൂളുകൾ ചേരണമെങ്കിൽ അതിനായി ചില വ്യവസ്ഥകളുണ്ട്. ഈ വ്യവസ്ഥകൾ പാലിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ ചേരാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഏതായാലും കേരളത്തിലെ കാര്യം നമുക്കറിയാം. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ വളരെ ഉന്നത നിലവാരം പുലർത്തുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും എന്നുള്ളതും ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ എതിർപ്പ് നേരിടുന്നത് സ്വന്തം പ്രസ്ഥാനത്തിൽ നിന്ന്, സ്വന്തം സഹാക്കളിൽ നിന്ന് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന് കീഴടങ്ങിയാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ കൂടെയുള്ളവർ പോലും ആരോപിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുന്നിൽ മറ്റ് പോംവഴികളില്ല. ഇത് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. കാരണം ലഭിക്കുന്നത് അത്രയും വലിയ തുകയാണ്. ഇത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി ഫലപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് കേരളത്തിന് ഏറെ ഗുണം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. PM ശ്രീ പദ്ധതി അംഗീകരിക്കാത്ത രണ്ട് സംസ്ഥാനങ്ങൾ തമിഴ്നാടും പശ്ചിമ ബംഗാളുമാണ്. ഇവർ രണ്ടുപേരും പൈസ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതിയിൽ ചേരുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാലിൻ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ താരമാണ്. അദ്ദേഹം നേരിട്ട് നിന്ന് കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടുകയാണ്. ഒരു കാരണവശാലും ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കുകയില്ല എന്ന് തന്നെയാണ് സ്റ്റാലിൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ അവർ തമിഴ്നാടിൻ്റെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കായി വേറൊരു കമ്മീഷനെ നിയമിക്കുകയും അവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ പുരോഗമിക്കുന്നതിനായി ഒരുപാട് പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരികയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒരു കാരണവശാലും ഇത് സ്വീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകകക്ഷികളാണ് CPM ഉം DMKയും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഇനിയും ഉറപ്പുപറയാൻ കഴിയാത്തൊരവസ്ഥയുമാണ്. ഏതായാലും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എല്ലാ കാര്യത്തിലും കേന്ദ്രവുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന മമതാ ബാനർജി ഇത് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മറ്റ് രണ്ട് സംസ്ഥാനങ്ങൾ തമിഴ്നാടിനെയും പശ്ചിമ ബംഗാളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസപരമായി ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ നമുക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ ഇത്തരത്തിൽ പണം ലഭിക്കുകയാണെങ്കിൽ അത് വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്നും നമ്മുടെ വിദ്യാർത്ഥികളുടെ നിലവാരം വർദ്ധിപ്പിക്കാമെന്നൊക്കെ തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതൊരു സത്യവുമാണ്. എല്ലാ കാലവും കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടിക്കൊണ്ട് ഒരു രാജ്യത്തെ സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ള സത്യം മുഖ്യമന്ത്രി പിണറായി വിജയനെങ്കിലും അറിയാം. ഒരുപക്ഷെ അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയിൽ ചേരാനായി തീരുമാനിച്ചിട്ടുള്ളത്. UDFിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെയും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. സ്വീകരിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നിലപാടെങ്കിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം കർണാടകം പോലും ഈ ഒരു പദ്ധതി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കേന്ദ്രം തരുന്ന പണം ആരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അത് ഓരോ സംസ്ഥാനത്തിനും അർഹമായ പണം തന്നെയാണ്. അത് വാങ്ങുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ CPMനെ പോലെ
പരസ്പര വിരുദ്ധമായ രീതിയിൽ രണ്ട് നിലപാടെടുക്കുന്നതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. എന്ത് കാര്യം വരുമ്പോഴും പുരോഗമനപരമായ എന്ത് വന്നാലും അതിനെയൊക്കെ എതിർക്കുകയും പിന്നീട് അതിൻ്റെയൊക്കെ തന്നെ ഗുണഭോക്താക്കളായി മാറുകയും ചെയ്യുക എന്ന് പറയുന്നത് CPMൻ്റെ ഒരു സ്ഥിരം രീതിയാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെയും ഉള്ളത്. 2020 നമുക്കറിയാം, അന്ന് ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സമയത്ത് എന്തൊരു ബഹളമായിരുന്നു ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാർ നടത്തിയത്. ഇത് മൊത്തം RSSൻ്റെ പാഠങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാനുള്ളതാണ്, ഒരുപാട് അന്ധവിശ്വാസ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പറഞ്ഞ ഇടതുപക്ഷ സൈദ്ധാന്തികന്മാരൊക്കെ ഇവിടെ വലിയ തോതിലുള്ള ബഹളം വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പദ്ധതിയിൽ ചേർന്നാൽ ധാരാളം പണം കിട്ടും എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ രണ്ടേയും നീട്ടിയത് സ്വീകരിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുണം ചെയ്യും എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷേ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊക്കെ സ്കൂളുകളിലാണ്, ഏതൊക്കെ മേഖലകളിലാണ് ഇവർ ഈ പണം ഫലപ്രദമായി ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന പണം, പ്രത്യേക പദ്ധതികൾക്ക് ലഭിക്കുന്ന പണം വകമാറ്റി ചെലവഴിക്കുന്നത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു സ്ഥിരം രീതിയാണ്. കാരണം നമ്മുടെ മന്ത്രിമാരുടെ ആഡംബര ജീവിതത്തിനും മറ്റും ഇവിടെ നിലവിലുള്ള വരുമാനം കൊണ്ടൊന്നും ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ പദ്ധതികൾക്കായി ലഭിക്കുന്ന ഈ പണം നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലെ കുട്ടികൾക്ക് അവരുടെ ഉന്നമനത്തിനായി ഈ തുക വിനിയോഗിക്കാൻ കഴിയണം എന്നുള്ളൊരു അവസ്ഥ. ഇത് വിലയിരുത്തുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കൃത്യമായ ധാരണയില്ല. ഇത് ഈ പണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ നേരെ ചൊവ്വെ വിനിയോഗിക്കുന്നുണ്ട് എന്നറിയാൻ കേന്ദ്ര ഏതെങ്കിലും മോണിറ്ററിംഗ് ഏജൻസിയെ നിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയുകയില്ല. ഏതായാലും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളും ഇത് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉത്തർപ്രദേശിലാണ് ഏറ്റവും അധികം ഈ PM ശ്രീ പദ്ധതി സ്വീകരിച്ച സ്കൂളുകളുള്ളത്. വലിയ തോതിലാണ് അവിടെ ഈ പദ്ധതിക്ക് സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ BJP ഇതര ഭരണ ഉള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഇത് സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു അവകാശമാണ്, കുട്ടികൾക്കുള്ള അവകാശമാണ്. തമിഴ്നാട് പോലെയല്ല കേരളം. കേരളത്തിൽ കൃത്യമായി ഈ സ്കൂളിലെ അധ്യാപകർക്ക് സർക്കാർ ശമ്പളമൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ട്. പക്ഷേ തമിഴ്നാട്ടിലെയും പശ്ചിമ ബംഗാളിലെയൊക്കെ തന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ സ്വാശ്രയ മേഖലയിൽ ഒരുപാട് കോളേജുകളും സ്കൂളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സർക്കാർ മേഖലയിലെ സ്കൂളുകളുടെ അവസ്ഥ അത്ര നല്ലതാണ് എന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ അതുകൊണ്ടുകൂടി തന്നെയായിരിക്കാം സ്റ്റാലിൻ ഇത്തരത്തിലുള്ള നിലപാടെടുത്തത്. എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ താരമായി മാറിയിരിക്കുന്നത് സ്റ്റാലിൻ തന്നെയാണ്. നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് പരസ്യമായി ഞാനിവിടെ ഉണ്ട്, ഞാനിത് എതിർക്കാൻ ഇറങ്ങി നിൽക്കുന്നു എന്ന രീതിയിൽ സ്റ്റാലിൻ മുന്നിൽ നിൽക്കുമ്പോൾ പലപ്പോഴും കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയൊക്കെ വിമർശിക്കുന്ന CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ, ഇന്ന് അവർക്ക് ആകെ ഇന്ത്യയിൽ നിലവിലുള്ള ഒരേ ഒരു മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അത് സ്വീകരിക്കാൻ രണ്ട് കൈ നീട്ടി നിൽക്കുന്നു എന്നുള്ളത് CPMൻ്റെ ഇരട്ടത്താപ്പിനെ തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെയാണ് സ്റ്റാലിൻ താരമാകുന്നതും പിണറായി സ്വന്തം സഹാക്കളാൽ തന്നെ അപഹസിക്കപ്പെടുന്നതും.